ലെബനാനിൽ ഇസ്രായേലിൻ്റെ ശക്തമായിരിക്കുന്ന വ്യോമാക്രമണം വലിയ രീതിയിലുള്ള മരണവും നാശനഷ്ടങ്ങളും ഉണ്ടായതായിരിക്കുന്ന വിവരമാണ് ലെബനാൻ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമത്തിൽ ഞെട്ടിത്തിരിച്ചു പോയിരിക്കുന്നു രാജ്യം എന്ന നിലക്കാണ് ആദ്യത്തെ പ്രതികരണം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കരാർ വ്യവസ്ഥ, വെടിനിർത്തൽ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിന് പ്രത്യേകമായിരിക്കുന്ന കാരണങ്ങളോ വെടിനിർത്തൽ ലംഘനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സമീപനങ്ങളോ ലെബനാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് സർക്കാർ തന്നെ സ്ഥിരീകരിക്കുന്നു. തങ്ങൾ കരാർ പത്രങ്ങൾ കൃത്യമായി പാലിക്കുന്നവരും അതിൻ്റെ തുടർച്ച ചെയ്യുന്നവരുമാണ്. കരാർ ലംഘനം നടത്തിയത് ഇസ്രായേലാണ്. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം നടത്തി വലിയ രീതിയിലുള്ള മരണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുന്ന തരത്തിലുള്ള ഈ ആക്രമണത്തിന് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ലെബനാൻ ഇസ്രായേലിന് നൽകുന്നു. പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇസ്രായേൽ പറയുന്നത് ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കേന്ദ്രത്തിലാണ് തങ്ങൾ ആക്രമണം നടത്തിയത്. അവിടെ നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ രീതിയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത്. അതിനോടനുബന്ധിച്ച് ഈ പറയുന്ന തരത്തിലുള്ള വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിന് ലെബനാൻ പറയുന്ന കാര്യം, അവർ യുദ്ധവിമാനങ്ങൾ പറഞ്ഞയച്ചുകൊണ്ട് തങ്ങളുടെ ജനങ്ങൾക്ക് മേലെ ബോംബ് സ്ഫോടനം നടത്തി തിരിച്ചു പോകുന്നു. ആകാശത്തു നിന്ന് അതിശക്തമായിരിക്കുന്ന സ്ഫോടന പരമ്പരകൾ തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയത്. തിരിച്ചുപോയ അവർക്ക് നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും അറിയുകയില്ല എന്ന് മാത്രമല്ല, അവർക്കത് അറിയേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാര്യം നാശവും നഷ്ടവും മരണങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം അവർ സാധൂകരിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ്. ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചു കൊണ്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും തിരിച്ചടികൾ ലെബനാനിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളതും കരാർ വ്യവസ്ഥ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതും ഈ കരാർ വ്യവസ്ഥയുടെ തുടർച്ച ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന തരത്തിൽ ഈ മേഖല യുദ്ധസന്നാഹമായിരിക്കുന്ന സ്ഥിതികളും പുറത്തു വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ലെബനാനിൽ നിന്നും യമനിൽ നിന്നും ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ ഈ ആക്രമണത്തോടനുബന്ധിച്ച് ഉണ്ടാവാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ലെബനാൻ വിഷയവുമായിട്ട് ഇടപെട്ടുകൊണ്ട് ആക്രമണം നടത്തിയ രീതി ശരിയല്ലെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അവർ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതിന് പറയുന്ന കാര്യം, ഈ മേഖലയിൽ സമാധാനപരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി ലെബനാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് 750ഓളം ജൂത കുടുംബത്തെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്. അവരെ തിരിച്ച് ആ ഭാഗത്തിലേക്ക് എത്തിക്കാൻ സമാധാനമായിരിക്കുന്ന ചർച്ചയിലൂടെ അല്ലാതെ കഴിയുകയില്ലെന്ന് ഏറെക്കുറെ അറിയാവുന്ന രാജ്യമാണ് ഇസ്രായേൽ. പിന്നീട് അപ്രതീക്ഷിതമായ രീതിയിലൊരു ആക്രമണം നടത്തിയതോടുകൂടി അവിടെ നിന്ന് കുടിയൊഴിഞ്ഞു വന്നിരിക്കുന്ന ആളുകൾ തിരിച്ചു പോകാൻ പ്രയാസപ്പെടുമെന്ന് മാത്രമല്ല, അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ തന്നെ ഒരുപക്ഷെ തകർക്കപ്പെടാനോ കയ്യേറ്റം ചെയ്യാനോ സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായം പറഞ്ഞു. ഇസ്രായേലിൻ്റെ അകത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമര പരിപാടികളും നടക്കുകയാണ്. ആഭ്യന്തരപരമായ രീതിയിൽ വലിയ കുഴപ്പത്തിലേക്ക് ആ രാജ്യം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. കാര്യം പറയുന്നത്, സമാധാനപരമായ രീതിയിലല്ലാതെ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കില്ലെന്ന് 1.5 വർഷമായിട്ട് ഇസ്രായേൽ മനസ്സിലാക്കിയതാണ്. പല രൂപത്തിലും പല രീതിയിലും ഇസ്രായേൽ യുദ്ധം ചെയ്തു നോക്കി. ഏറ്റവും വലിയ അത്യാധുനിക ആയുധങ്ങളും സൈനികരെയും വെച്ചുകൊണ്ട് 24 മണിക്കൂറും ഹമാസിനെ അല്ലെങ്കിൽ ഗസയെ ആക്രമിച്ചിട്ടും ഒരു ബന്ദിയെ പോലും വളരെ ശാന്തമായ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരു ബന്ദിയെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചാൽ 2-3 ബന്ദി കൊല്ലപ്പെടുന്ന വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. ഇങ്ങനത്തെ പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തിട്ടും ലക്ഷ്യം നേടാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാനമന്ത്രി നെതന്യാഹു എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജൂത വിഭാഗത്തിൻ്റെ പരാതി. ജൂത സംഘടനകൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ട് സംസാരിച്ചു എന്നും അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനമാണ് തങ്ങൾക്ക് നേരെ ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വന്നതാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ പരമാവധി മേഖലയിലെല്ലാം വലിയ പ്രക്ഷോഭ സമര പരിപാടികൾ നടക്കുകയാണ്. ഗവൺമെൻറ് രാജിവെക്കണം എന്നുള്ള മുദ്രാവാക്യവും പ്ലേ കാർഡുകളും ഏന്തിക്കൊണ്ട്
ബന്ദികളുടെ ബന്ധുക്കൾ പ്രക്ഷോഭങ്ങളും നിരാഹാര സത്യാഗ്രഹങ്ങളും നടത്താൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അവഗണിച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ഇടപെടൽ വലിയ രീതിയിലുള്ള മരണങ്ങൾ അല്ലെങ്കിൽ മരണത്തോത് വർദ്ധിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഈ പ്രക്ഷോഭകാരികൾ പറയുന്ന കാര്യം. അപ്പോൾ ലെബനാൻ ഏറെക്കുറെ ശാന്തമായിരുന്നു. ആ ശാന്തമായിരിക്കുന്ന ലെബനാനെ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത് ഇസ്രായേലാണ്. വലിയ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈലിൽ അടങ്ങുന്ന സംവിധാനങ്ങൾ ലെബനാൻ്റെ ഭാഗത്തുണ്ട്. അവിടെ നിന്ന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് ഇസ്രായേലിന് നേരെ അവരുടെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ പരാജയപ്പെടുമെന്ന് ഇതിനു മുൻപ് തന്നെ തെളിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ യുദ്ധത്തിലേക്ക് മറ്റ് രാജ്യങ്ങൾ ക്ഷണിക്കുന്ന ഒരു കത്തായിട്ട് അല്ലെ ക്ഷണക്കത്തായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ലെബനാന് നേരെയുള്ള ആക്രമണം എന്നുള്ള വിലയിരുത്തലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഏതായിരുന്നാലും ലെബനാൻ്റെ ഭാഗത്തുണ്ടാകുന്ന തിരിച്ചടി എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം കഠിനമുള്ളതാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പ്രവചിക്കാൻ പോലും സാധിക്കാത്ത വിധം അതിനൂതനമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിർത്തി പങ്കിടുന്ന ലെബനാൻ്റെ ഭാഗങ്ങളിൽ നിന്ന് എത്രയും വല്ലാതൊന്നും വൈകാതെ തന്നെ ആക്രമണം പ്രതീക്ഷിക്കാം എന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടുകളൊക്കെ പുറത്തുവരുന്നത്. IDF-നെയും വിമർശിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ ഈ വിഷയകാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ പുനരാലോചന ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം ഇതിനിടെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിനോട് തങ്ങൾക്ക് യാതൊരു സഹകരണവുമില്ലെന്നും ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും അനാവശ്യമായിരിക്കുന്ന ഒരു ഇടപെടലാണ് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ നടത്തിയത് എന്നതിനാൽ തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതവർക്ക് അവകാശപ്പെട്ടതാണ്. തങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ലാതൊന്നും വൈകാതെ തന്നെ ഇസ്രായേലിനെതിരെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ ലെബനാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.